രാജ്യദ്രോഹികളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആളുകളായി ചിത്രീകരിക്കരുതെന്ന് തുറന്നടിച്ച് നടൻ മോഹൻലാൽ രാജ്യത്ത് ജെഎൻയു വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് തന്റെ ബ്ലോഗിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ മരിച്ചിട്ട് നാം ജീവിക്കുന്നതെന്തിനെന്ന പേരിൽ എഴുതിയ ബ്ലോഗിലാണ് മോഹൻലാൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. സിയാച്ചിനിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് സുധീഷിനെ സ്മരിച്ചുകൊണ്ടാണ് ബ്ലോഗ് ആരംഭിക്കുന്നത്. ജീവൻ നിലനിൽക്കാത്ത ഉയരങ്ങളിൽ സ്വന്തം രാജ്യത്തിനു വേണ്ടി കാവൽ നിന്ന ഒരു സൈനികൻ തനിക്ക് പിറന്ന മകളെ കൂടി കാണാൻ സാധിക്കാതെ മരിച്ച് മൃതദേഹമായി വന്നിരിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ളവർ തന്റെ ജീവൻ ബലി നൽകി നിലനിർത്തുന്ന സ്വാതന്ത്ര്യത്തിലും സുരക്ഷയിലും ഇരുന്ന് നമ്മൾ പരിഹാസരായി പകിട കളിക്കുന്നു. തുടർന്ന് രാജ്യസ്നേഹത്തെ അവഹേളിക്കുന്നതിനെതിരെ ശക്തമായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിവെക്കുന്ന മനുഷ്യരെ അപമാനിക്കാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം? ഓരോ ദിവസങ്ങളിലും മരവിപ്പിന്റെ മലമുടികൾ ഇറങ്ങി വരുന്ന അവരുടെ മൃതദേഹത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യ ചർച്ചകളുടെയും നൃത്തമാടുന്നത്. ഈ മഹാപാപത്തിന് കാലം മാപ്പ് തരുമോ? ആകാശത്തിലെ മേഘങ്ങൾ തൊടുന്ന സ്ഥലത്ത് സ്വന്തം ഉടൽ മൂടിപ്പൊതിഞ്ഞ് ഏകാഗ്രമായി കാവൽ നിൽക്കുന്ന സൈനികരെ ലാൽ ഓർക്കുന്നു. കൈയൊന്നുയർത്തിയാൽ ആകാശത്തിലെ മേഘങ്ങളിൽ തൊടുന്ന സ്ഥലത്ത് സ്വന്തം ഉടൽ മൂടിപ്പൊതിഞ്ഞ് കൃത്യമായി ഭക്ഷണം കഴിക്കാനോ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലുമോ ആകാതെ ഉറക്കമില്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഏകാന്തതയിൽ ഹനുമന്തപ്പമാരും സുധീഷ്മാരും ഏകാഗ്രരായി നിൽക്കുന്നുണ്ട്, ഏതു സമയവും മരണത്തെ തൊട്ടുകൊണ്ട്. ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ മക്കളോട് പറഞ്ഞുകൊടുക്കണമെന്ന് ലാൽ പറയുന്നു. പൌരന്റെ രാജ്യസ്നേഹം എന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ്. വളർത്തി വലുതാക്കിയ അമ്മയെ തള്ളിപ്പറയുകയും അവരെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മക്കളെ സമൂഹം ഏത് നിലയിലാണ് കാണുന്നത്? അവരെക്കുറിച്ചുള്ള നമ്മുടെ മതിപ്പ് എത്രയാണ്? അതുപോലെ തന്നെയാണ് ജനിച്ച രാജ്യത്തോടുള്ള പൌരന്റെ മനോഭാവവും. കുട്ടികളെ അയക്കേണ്ടത് സംസ്കാരത്തിന്റെ സർവകലാശാലയിലേക്കാകണമെന്നും അങ്ങനെയാണെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്ന അതേ ശക്തിയിൽ അവർ സല്യൂട്ട് ചെയ്യാനും പഠിക്കുമെന്നും മോഹൻലാൽ കുറിച്ചു. കുട്ടികളെ അയക്കേണ്ടത് സംസ്കാരത്തിന്റെ സർവകലാശാലകളിലേക്കായിരിക്കണം. അപ്പോൾ അവർ മുദ്രാവാക്യം വിളിക്കുന്ന അതേ ശക്തിയോടെ സല്യൂട്ട് ചെയ്യാനും പഠിക്കും. പ്രസംഗിക്കുന്ന അതേ വീറോടെ രാജ്യത്തെ ഓർത്ത് കരയാനും പഠിക്കും. രാജ്യസ്വാതന്ത്ര്യത്തെ കൂടുതൽ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കാത്തതൊക്കെ വ്യർത്ഥമാണെന്നും മാതൃനിന്ദ കൂടിയാണെന്നും പറഞ്ഞാണ് മോഹൻലാൽ ബ്ലോഗ് അവസാനിപ്പിക്കുന്നത്. ഇന്ത്യ ജീവിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നതെങ്ങനെ? ഇന്ത്യ മരിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ടെന്ത് കാര്യം? ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക് ജനം.